നമസ്കാരം, ഞാൻ വിഷ്ണു വാസുദേവ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചരിത്രരേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ശബരിമലയുടെ ചരിത്രം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. ചരിത്രരേഖകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒത്തിരി പഴക്കമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് ആദ്യമായി ശബരിമല അവിടെ നിർമ്മിച്ചതെന്നും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകളുടെ റെക്കമെൻഡേഷനെ തുടർന്ന് വളരെയധികം പഴക്കമുള്ള ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോയിൽ ഞാൻ ജോഗ്രഫിക്കലായിട്ടുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള ചില എവിഡൻസ് പഴയകാല ഐതിഹ്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്താൽ മാത്രമേ വളരെ പഴക്കമുള്ള ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പഠനത്തിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകളിൽ നല്ലൊരു ശതമാനവും താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പഴക്കമുള്ള ഡോക്യുമെൻ്റ് 1793 രചിച്ചിട്ടുള്ളത്. അന്നത്തെ പന്തളം രാജാവ് തിരുവിതാൻ രാജാവിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള ഒരു മോർട്ടേജ് ഡോക്യുമെൻ്റ് ആയിരുന്നു അത്. ആ ഡോക്യുമെൻ്റ് അനുസരിച്ച് പന്തളം രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ശബരിമല എന്ന ക്ഷേത്രത്തിലെ റവന്യൂ പൂർണ്ണമായിട്ടും ഇനി മുതൽ തിരുവിതാംകൂർ രാജാവിന് അധികാരപ്പെട്ടതാണ്. ഇതിലും പഴക്കമുള്ള ഒരു ചരിത്രരേഖയും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ കാണുന്ന ശബരിമല എന്ന ക്ഷേത്രവും അവിടുത്തെ വിഗ്രഹവും 1793 അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടത്തിലോ നിർമ്മിച്ചിട്ടുള്ളതല്ല. 1902 1950 ശബരിമലയിൽ അഗ്നിബാധ സംഭവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ക്ഷേത്രവും അവിടുത്തെ വിഗ്രഹവും വീണ്ടും പുനർനിർമ്മിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ അതൊന്നും പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, പരിശോധിക്കുക. 2018 കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് 1965 റൂൾ 3A ശബരിമലയിലും ബാധകമാക്കണം. അങ്ങനെയാണ് പെറ്റീഷണറുടെ ആവശ്യം. ഈ റൂള് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ശബരിമലയിലേക്ക് പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെതിരെ ഒരു അഫിഡവിറ്റ് അന്നത്തെ അഡീഷണൽ റവന്യൂ സെക്രട്ടറി ആയിരുന്ന M. ഹർഷൻ സമർപ്പിക്കുന്നുണ്ട്. ആ അഫിഡവിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പോയിൻ്റ് ഇപ്രകാരമാണ്: ശബരിമല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമായിരുന്നിരിക്കണം. എന്തുകൊണ്ടായിരിക്കാം M. ഹർഷൻ ആ അഫിഡവിറ്റിൽ അതൊരു ബുദ്ധക്ഷേത്രം ആയിരിക്കാമെന്ന് പരാമർശിച്ചത്? ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിൽ ചുമ്മാതെ എന്തെങ്കിലും എഴുതി കൊടുക്കാൻ സാധിക്കുമോ? ശബരിമലയെ ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. വീഡിയോയുടെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ ഈ ബുദ്ധിസ്റ്റ് ഐഡിയോളജിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ വാദങ്ങളാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങളും ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അയ്യപ്പന് ശാസ്തയെന്നും ധർമ്മശാസ്തയെന്നും 2 പേരുകളുണ്ട്. ബുദ്ധനും ശാസ്ത എന്ന ഒരു പേരുണ്ട്. ശാസ്തയുടെ യഥാർത്ഥ അർത്ഥം അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എന്നാണ്. ബുദ്ധൻ ഒരു ഗുരുവായിരുന്നു. ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞാൽ ധർമ്മം പഠിപ്പിക്കുന്ന ഗുരു എന്നാണ്. ബുദ്ധൻ ധർമ്മം പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുവാണ്. ശബരിമലയിൽ ആരാധിക്കാനായി പോകുന്ന ആരാധകർ ശരണം വിളിച്ചുകൊണ്ടാണ് പോകുന്നത്, സ്വാമിയെ ശരണമയ്യപ്പ. അതുപോലെ ബുദ്ധക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്ന ബുദ്ധമത വിശ്വാസികളും ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു ശരണം വിളിയുമായിട്ടാണ് പോകുന്നത്. ബുദ്ധം ശരണം ഗച്ഛാമി. ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് ധമ്മപദ. ധമ്മപദയുടെ അർത്ഥം ധർമ്മത്തിൻ്റെ വഴി എന്നാണ്.
ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അയ്യപ്പന് ധർമ്മശാസ്ത്ര എന്നൊരു പേര് കിട്ടുന്നതെന്നും ഈ കൂട്ടർ വാദിക്കുന്നുണ്ട്. ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ബുദ്ധൻ്റെയും അയ്യപ്പൻ്റെയും ഐതിഹ്യം പറയണം. അത് രണ്ടും തമ്മിൽ വലിയ കണക്ഷനുണ്ട്. ആ രണ്ട് കണക്ഷനും പറഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവശേഷിക്കുന്ന പോയിന്റുകൾ കൂടി എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധൻ ഉണ്ടായതായി കരുതപ്പെടുന്നത് BC 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആണ്. കപിലവസ്തുവിലെ രാജാവായിരുന്ന സുധാധന രാജാവിൻ്റെയും മായ രാജ്ഞിയുടെയും മകനായിട്ടാണ് ഗൗതമ ബുദ്ധ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് രാജാവ് ഒരു വലിയ മഹർഷിയുടെ അല്ലെങ്കിൽ ഒരു വലിയ ആസ്ട്രോളജറിൻ്റെ മുൻപിൽ കൊണ്ടുപോയി. ആസ്ട്രോളജർ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൗതമ ബുദ്ധനെ വിലയിരുത്തി. ഇയാൾ ഒന്നെങ്കിൽ അതിപ്രശസ്തനായിട്ടുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് മാറും, അതുമല്ലെങ്കിൽ അതിപ്രശസ്തനായിട്ടുള്ള ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗിയായിട്ട് മാറുന്നതാണ്. സുധാധന രാജാവിന് ആദ്യം പറഞ്ഞ ആ ചക്രവർത്തി സ്ഥാനം മകന് ലഭിക്കുന്നതിനോടായിരുന്നു താല്പര്യം. കാരണം താനൊരു രാജാവാണ്, അപ്പോൾ തൻ്റെ അധികാരം തീർച്ചയായിട്ടും തൻ്റെ മകനാണ് കൈമാറേണ്ടത്. മകൻ ഒരു യോഗിയായി മാറിക്കഴിഞ്ഞാൽ ഈ രാജ്യം മറ്റാരെങ്കിലും ഭരിക്കുന്നതാണ്. അതുകൊണ്ട് സുധാധന രാജാവ് മകന് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് കൊട്ടാരത്തിൽ ഒരുക്കി കൊടുത്തത്. യാതനകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒന്നും അവൻ അറിയാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ മാത്രമായിരിക്കുമല്ലോ അവൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുക. അതുകൊണ്ട് ഒരു രീതിയിലുള്ള വിഷമ വാർത്തകളും അവനെ അറിയിക്കാതെയായി. ആരെങ്കിലും മരണപ്പെട്ടാൽ അത് അവനെ അറിയുകയില്ല. മരണമെന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല എന്നാണ് ബുദ്ധൻ്റെ ആദ്യകാലത്തിലെ ധാരണ. അതുപോലെ ആർക്കെങ്കിലും അസുഖബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും അറിയിക്കുകയില്ല. അസുഖം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും യാതനകളുണ്ടെങ്കിൽ അത് കാണിക്കുകയില്ല. പ്രായമുള്ള ആളുകളെ ബുദ്ധൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടേയില്ല. കാരണം പ്രായമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ബുദ്ധന് കാണേണ്ടി വരും. പ്രായം കാരണമുണ്ടാകുന്ന വിഷമങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ എല്ലാ കാലവും ബുദ്ധനെ പുറം ലോകവുമായിട്ട് മറച്ചു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിൻ്റെ വെളിയിലേക്ക് പോകാൻ സാധ്യമായി. ബുദ്ധൻ്റെ രഥം തെളിയിച്ചിരുന്ന ചന്ന എന്ന വ്യക്തിയുടെ സഹായത്താലാണ് ബുദ്ധന് വെളിയിലേക്ക് പോകാൻ സാധിച്ചത്. വെളിയിൽ പോകുമ്പോൾ അദ്ദേഹം ചില കാഴ്ചകൾ കാണുന്നുണ്ട്. ആദ്യം കാണുന്നത് വളരെ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ്. പ്രായാധിക്യം കാരണം അയാൾ കൂനിക്കൂടിയാണ് നടക്കുന്നത്. ആ വ്യക്തി എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അയാൾക്ക് നേരെ നിവർന്നു നിന്ന് നടന്നുകൂടെ? അയാളുടെ മുഖമൊക്കെ എന്താണ് ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ഇരിക്കുന്നത്? അയാൾക്ക് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം? ചന്ന പറഞ്ഞു, അത് പ്രായമായ ഒരു വ്യക്തിയാണ് രാജാവേ. പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാകും. മുഖമൊക്കെ ചുക്കിച്ചുളിയും, ശക്തമായിട്ടുള്ള വേദന ശരീരത്തിൽ അനുഭവപ്പെടും, നിവർന്നു നിൽക്കാൻ പോലും നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. പിന്നീട് കാണുന്നത് രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തി രോഗപീഠകൾ കാരണം ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നുണ്ട്. അത് രാജാവ് നേരിട്ട് കണ്ട് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് അയാൾ കരയുന്നത്? അയാൾക്ക് ചിരിച്ചുകൂടെ? കരയേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് ഈ ഒരു വികാരം? ചന്ന പറയുന്നത് അത് അയാൾ രോഗബാധിതനായതുകൊണ്ട് കരയുന്നതാണ്. അയാൾക്ക് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകും, അതുകൊണ്ടാണ് അയാൾ കരയുന്നത്. പിന്നീട് കാണുന്നത് ഒരു മരണമാണ്. ഒരു വ്യക്തി മരിച്ചു കിടക്കുന്നു. രാജാവ് സംശയത്തോടു കൂടി തന്നെ ചോദിച്ചു, എന്തിനാണ് ആ വ്യക്തി അവിടെ കിടക്കുന്നത്? അയാളെ ആരും ഉണർത്താത്തത് എന്താണ്? അയാളുടെ ചുറ്റിനും ആളുകൾ കൂടി കരയുന്നത് എന്താണ്? രാജാവേ, ഇതാണ് മരണം. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിക്കേണ്ടി വരും. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരിക്കൽ മരിക്കേണ്ടി വരും. ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അത് വലിയ വിഷമം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കാണുന്നത് ഒരു സന്യാസിയായിരുന്നു. സന്യാസി വീട്ടിലോ കൊട്ടാരത്തിലോ ഒന്നുമല്ല താമസിക്കുന്നത്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അയാൾ ധ്യാനിക്കുകയായിരുന്നു. അയാളുടെ മുഖം കണ്ടാൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും അയാൾ വളരെയധികം സന്തുഷ്ടവാനാണെന്ന്. പക്ഷേ അയാൾക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ അല്പവസ്ത്രധാരിയായിരുന്നു. ഒരു വലിയ മേൽകൊണ്ടുകൊണ്ട് പുതച്ചിരിക്കുകയാണ് അയാൾ. എന്നാൽ ബുദ്ധൻ അങ്ങനെയല്ല. വളരെയധികം വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ട് ഒരാൾ സന്തുഷ്ടവാനാവുകയില്ല. ആ ഒരു സന്യാസിയെ നോക്കുക. ആ സന്യാസി വളരെ സന്തുഷ്ടവാനാണ്. പക്ഷേ അയാളുടെ കയ്യിൽ പണമൊന്നുമില്ല. അയാൾക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫുമില്ല. ജീവിതം എന്താണെന്നും ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്നും ഈ വേളയിൽ ബുദ്ധൻ മനസ്സിലാക്കുന്നു. അന്ന് രാത്രിയിൽ ആരോടും പറയാതെ ബുദ്ധൻ തൻ്റെ രാജ്യത്തെ ത്യജിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം കൊട്ടാരം വിട്ട് വെളിയിലേക്ക് പോയി. ഇനി നമുക്ക്
അയ്യപ്പൻ്റെ ഐതിഹ്യം പരിശോധിക്കാം. അയ്യപ്പൻ്റെ ഐതിഹ്യവും ബുദ്ധൻ്റെ ഐതിഹ്യവും തമ്മിൽ കുറേയധികം സാമ്യതകളുണ്ട്. അയ്യപ്പൻ്റെ ഐതിഹ്യത്തിൻ്റെ തുടക്കം മഹാഭാരതത്തിലാണ്. പക്ഷേ അവിടെയെങ്ങും അയ്യപ്പനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്നാൽ വലിയൊരു വിഭാഗം ആളുകളും അതിൽ പരാമർശിക്കുന്ന ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ പൂർവ്വജന്മമാണെന്ന് കരുതുന്നവരാണ്. ഹരിഹരപുത്രൻ ആരാണ്? ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ്. ശിവന് മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൽ ഉണ്ടായതാണ് ഹരിഹരപുത്രൻ. പക്ഷേ ആ ഹരിഹരപുത്രൻ അയ്യപ്പൻ്റെ ആദ്യ ജന്മമാണെന്ന് മഹാഭാരതത്തിൽ എങ്ങും പരാമർശിക്കുന്നില്ല. അയ്യപ്പൻ്റെ ഐതിഹ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നടക്കുന്നത് കുറേയധികം കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. അന്ന് കേരളം എന്ന സംസ്ഥാനം ഇവിടെയില്ല. പക്ഷേ പന്തളം എന്ന ഒരു കുഞ്ഞ് രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ രാജാവുണ്ട്, രാജ്യഭരണമുണ്ട്. പക്ഷേ രാജാവിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അതിൽ അദ്ദേഹം വലിയ ദുഃഖവാനുമാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന് വനത്തിൽ നിന്നും ഒരു ബാലനെ, ഒരു കൊച്ചു കുട്ടിയെ ലഭ്യമായി. ആ കുട്ടിയെ രാജാവ് സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തി. രാജാവ് പ്രശസ്തനായ ഒരു സന്യാസിക്ക് തൻ്റെ മകനെ കാണിച്ചു കൊടുത്തു. സന്യാസി മകനെ അടിമുടിയൊന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു, ഈ കുഞ്ഞിന് 12 വയസ്സ് പ്രായമാകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് ആരാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും. പിന്നീട് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ആ കുട്ടി പല അത്ഭുത വിദ്യകളും കാണിക്കാൻ തുടങ്ങി. ആളുകൾ അത് കണ്ടിട്ട് ദൈവത്തിൻ്റെ പുനർജന്മം അല്ലെങ്കിൽ അവതാരമാണെന്ന് വിലയിരുത്തി 12ാമത്തെ വയസ്സായപ്പോൾ രാജാവിനും അതിൽ ബോധ്യമുണ്ടായി. അങ്ങനെയാണ് രാജാവ് അയ്യപ്പനു വേണ്ടി ശബരിമലയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുന്നത്. രാജ്യഭരണമെല്ലാം ഉപേക്ഷിച്ച് അയ്യപ്പൻ ഈ ശബരിമലയിലെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടുത്തെ ഒരു വലിയ യോഗിയായിട്ട് മാറി. രാജാവായിരുന്ന ബുദ്ധനും രാജ്യവും രാജ്യഭരണവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു യോഗിയായിട്ട് മാറിയത്. പക്ഷേ അവിടെ സ്വന്തം അച്ഛനായ രാജാവിൻ്റെ അനുമതിയൊന്നുമില്ലാതെ കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ബുദ്ധൻ. പക്ഷേ ഇവിടെ രാജാവ് പൂർണ്ണ സമ്മതത്തോടു കൂടി ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അദ്ദേഹത്തിന് വേണ്ടി പണിത് കൊടുക്കുകയായിരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. പന്തളം രാജകൊട്ടാരം സ്ഥാപിതമാകുന്നത് AD 9ാം നൂറ്റാണ്ടിലാണ്. അതായത് അയ്യപ്പൻ എന്ന കഥാപാത്രം അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചരിത്രമാണെങ്കിൽ അയ്യപ്പൻ ജനിക്കുന്നത് ഈ 9ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിലായിരിക്കും. ഇതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ ബുദ്ധമതം വലിയ പ്രചാരം നേടിയിരുന്നു. BC 2ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ ബുദ്ധമതം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായതെന്നും എങ്ങനെ അത് കേരളത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മതമായി മാറിയതെന്നും ഒടുവിൽ നാമാവശേഷമായി മാറാനുള്ള കാരണം എന്താണെന്നും വിശദീകരിക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. ബുദ്ധമതം അവസാനിക്കുന്നത് ഏകദേശം AD 11ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബുദ്ധമത ക്ഷേത്രങ്ങൾ നശിക്കുകയുണ്ടായി. പല ക്ഷേത്രങ്ങളും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറി. പല മേഖലകളിൽ നിന്നും നമുക്ക് ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ശബരിമല എന്ന ക്ഷേത്രവും ഉണ്ടാകുന്നത്. ശബരിമലയിൽ നിന്നും അധികം അകലെയല്ലാത്ത പ്രദേശങ്ങളിൽ ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മാവേലിക്കരയിലെ ബുദ്ധ ജംഗ്ഷന് അങ്ങനൊരു പേര് കിട്ടാനുള്ള കാരണം തന്നെ അവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ള ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. AD 10ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബുദ്ധൻ്റെ ഒരു വിഗ്രഹം ലഭ്യമായത് ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്തു നിന്നാണ്. ആ വിഗ്രഹത്തിന് ഏതാണ്ട് 3 അടിയോളം ഉയരമുണ്ടായിരുന്നു. ആലപ്പുഴയിലെ തന്നെ കരുമാടി എന്ന സ്ഥലത്ത് കരുമാടിക്കുട്ടനുണ്ട്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് പഴയകാലത്തെ ബുദ്ധൻ്റെ ഒരു വിഗ്രഹമാണ്. ആ ക്ഷേത്രവും വിഗ്രഹവും ഇപ്പോഴും ആ ഭാഗത്തുണ്ട്. ഇതിനു പുറമെ കരുനാഗപ്പള്ളി, പള്ളിക്കൽ മേഖലകളിൽ നിന്ന് വേറെയും ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടം ആളുകൾ ഇത് മുൻപ് ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നത്. ആ കൂട്ടർ തന്നെ ബുദ്ധൻ്റെ ഒരു അവതാരമാണ് അയ്യപ്പനെന്നും വിശ്വസിക്കുന്നു. ഏകദേശം ഇതേ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് കേരള സർക്കാരും അന്ന് അഫിഡവിറ്റിൽ ഇതൊരു ബുദ്ധക്ഷേത്രമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു ബുദ്ധക്ഷേത്രമാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമൊന്നും ആയിരുന്നില്ല, അതിനുള്ള പരിശ്രമവുമായിരുന്നില്ല. ഹിന്ദുക്കൾക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും കൂടി പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമം ഉണ്ടാക്കുക മാത്രമായിരുന്നു ആ അഫിഡവിറ്റിലൂടെ M. ഹർഷൻ ശ്രമിച്ചത്. അയ്യപ്പൻ്റെയും ശബരിമലയുടെയും പൂർവ്വകാല ചരിത്രം പരിധി പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്.
ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അത് എവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള കാര്യമാണെന്ന് കൂടി നിങ്ങൾ പരാമർശിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക.